ശല്യപ്പെടുത്താൻ വന്ന 3 പേരെ ഒറ്റക്കിടിച്ചോടിച്ച് താരമായിരിക്കുകയാണ് കോഴിക്കോട് പ്രൊവിഡൻസ് സ്കൂളിലെ +1 വിദ്യാർത്ഥിനി നേഹ. കഴിഞ്ഞ ദിവസം രാവിലെ ഗാന്ധി റോഡിൽ വെച്ചാണ് നേഹയ്ക്ക് നേരെ കയ്യേറ്റ ശ്രമമുണ്ടായത്. റെയിൽവേ ക്രോസിന് സമീപം നിൽക്കുകയായിരുന്ന യുവാക്കൾ കടന്നു പിടിക്കാൻ ശ്രമിച്ചപ്പോൾ നേഹ തിരിച്ചടിച്ചു. കിക്ക് ബോക്സിംഗ് താരം കൂടിയായ നേഹയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ 3 പേരും ഓടി രക്ഷപ്പെടുകയും ചെയ്തു. നടക്കാവ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ പൊതു ഇടങ്ങളിലൊക്കെ പെൺകുട്ടികൾ എത്രത്തോളം സുരക്ഷിതരാണ് എന്നുള്ള ചോദ്യം പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. പക്ഷേ ആക്രമിക്കപ്പെടുമ്പോൾ, പൊതുയിടങ്ങളിൽ വെച്ച് ആക്രമിക്കപ്പെടുമ്പോൾ അതിനെ ചെറുത്തു നിൽക്കാൻ എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ പുതിയ പെൺകുട്ടികൾ പൊതുവെ വളരെയധികം എക്യുപ്ഡ് ആണെന്ന് കാണാം. കഴിഞ്ഞ ദിവസം കോഴിക്കോട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. നേഹ എന്ന +1 വിദ്യാർത്ഥിനി കോഴിക്കോട് ഒരു റെയിൽവേ ക്രോസിനടുത്ത് വെച്ച് 3 പേർ ആക്രമിച്ചപ്പോൾ അവരെ ഒറ്റയ്ക്ക് നേരിട്ട് താരമായി മാറി. നേഹ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നയാളാണ്. നേഹ, എങ്ങനെ സാധിച്ചു? അത് പിന്നെ അപ്പോഴത്തെ ആ ഒരു ഇതില് ചെയ്യേണ്ടി വന്ന്. എന്താ സംഭവിച്ചത്? അത് ഒരു 3 ആൾ അവിടെ നിൽക്കായിരുന്നു. അപ്പൊ എങ്ങനെ രാവിലെ ക്ലാസ്സിന് വരും? രാവിലെ ക്ലാസ് പോകുന്ന വഴിക്ക് അപ്പൊ അവര് വന്നിട്ട് കൈക്ക് അവരെന്തോ കമന്റ് അടിച്ച്. അപ്പൊ ഞാൻ എല്ലാം തിരിഞ്ഞു നടന്ന് പ്രശ്നമാക്കേണ്ട ചോദിച്ച്. അപ്പൊ ഒരു വന്ന് കൈക്കും പിടിച്ച് ബാഗൊക്കെ വലിച്ച് താഴിട്ട്. അപ്പൊ പിന്നെ നല്ലോണം കൊടുത്ത്, പിന്നെ നല്ല ഇടി കൊടുത്ത്. ഒരാൾക്ക് മൂക്കിന്, ഒരാൾക്ക് ഇവിടെ, ഒരാൾക്ക് ഇവിടെ. ഈ ഒരാളെ തന്നെ നേരിടുക കുറച്ച് റിസ്ക് ആണ് പൊതുവെ പറയും. പക്ഷെ എന്നാലും 3 പേരൊക്കെ വരുന്ന സമയത്ത് പേടിയുണ്ടായിരുന്നു. അത് ഒരിക്കൽ പിന്നെ ബോധമില്ലായിരുന്നു. കഞ്ചാവാന്ന് തോന്നുന്നു. ഒരു പറയുന്നൊക്കെ തന്നെ ഒരു നാവൊക്കെ കുഴഞ്ഞ ആ ഒരു ഇതില്ല. പിന്നെ ഒരു വേഗം സ്ഥലം വിട്ടിക്കുന്നു. അപ്പം നേരെ കയറി ആദ്യം അടുത്ത് വന്നയാളെ അറ്റാക്ക് ചെയ്തു. ഫസ്റ്റ് കൈക്ക് പിടിച്ച ആൾക്ക് അറ്റാക്ക് ചെയ്ത് മൂക്കിനിട്ടിട്ട്. ബാക്കി 2 ആൾക്കും ഇവിടെ. തിരിച്ച് ഇതുണ്ടായോ? ഒരു വേഗം ഓടി, റെയിലിന്റെ അങ്ങോട്ടേക്ക് ഓടിപ്പോയി. ഇങ്ങനെ ഇങ്ങോട്ടേക്ക് അറ്റാക്ക് ചെയ്യാനുള്ള മൂവൊന്നുണ്ട്? അതൊന്നും വന്നില്ല. എങ്ങനെ ഇതിനുള്ള ഒരു ധൈര്യം വന്നു? നേരത്തെ കിക്ക് ബോക്സിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ടോന്ന് കേട്ടു. കിക്ക് ബോക്സിംഗ് ഞാൻ പഠിച്ചിട്ടുണ്ട്. രതീഷ് കെൻപോന്റെ ചൈനീസ് കെൻപോ കരാട്ട ആൻഡ് കിക്ക് ബോക്സിംഗ് ഞാൻ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ 1.5 വർഷമായി. 1.5 വർഷമായിട്ട് കിക്ക് ബോക്സിംഗ് പഠിച്ചുകൊണ്ട് അതാണോ ഒരു ധൈര്യം തന്നത്? അവിടെ ആദ്യം തന്നെ പഠിപ്പിക്കുന്നത് മാർഷൽ അങ്ങനെ മൂവ്മെന്റ്സ് അല്ല. ലൈക്ക് ഫസ്റ്റ് തന്നെ പേടിക്കരുത്, ആ ഒരു ട്രെയിനിങ് ആണ് അവിടെ ആദ്യം കൊടുക്കുന്നത്. വെറും സ്പോർട്സിന് വേണ്ടി മാത്രമല്ല, ഫുള്ളി ഒരു ഗേള് ഫുള്ളി സേഫ് ആവാൻ വേണ്ടിയിട്ടാണ് അവിടെ പഠിപ്പിക്കുന്നത്. ആദ്യം തന്നെ നമുക്കൊരു നമ്മളെ രക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനം, അല്ലെ? പിന്നല്ല ബാക്കിയുള്ള കാര്യം, നമ്മളെ സേഫ് ആക്കുക. ഒരു ധൈര്യവും ആത്മവിശ്വാസം ഉണ്ടാക്കുന്നതിൽ ഈ മാർഷൽ ആർട്സ് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. ആണ്. വീട്ടുകാരൊക്കെ സപ്പോർട്ടാണ്. അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും എല്ലാവരും സപ്പോർട്ടാണ്. പഠിക്കുന്നത് നല്ലതാണ് എന്നുള്ള ഒരു ഇതിലാണ് എല്ലാവരും. നമ്മൾ പൊതുവെ ഇങ്ങനെ ചെറുപ്പം തൊട്ടേ പെൺകുട്ടികൾ കേൾക്കുന്നതാണ്, പുറത്തു പോകുന്നത് സേഫ് അല്ല, പുറത്തു പോകുന്ന സമയത്ത് അറ്റാക്ക് ഉണ്ടാവും, അങ്ങനെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്നുള്ള ഈ അങ്ങനെയുള്ള സാധനങ്ങൾ പൊതുവെ എല്ലായിടങ്ങളിലും നിന്നും കേൾക്കും. അപ്പം പക്ഷേ ഇങ്ങനെ നേഹയ്ക്ക് ഇങ്ങനെ പുറത്തു വെച്ച് ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ തിരിച്ചെന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി കൂടെ ധാരണ ഉണ്ടാകും. വലിയ ഇതിപ്പോ പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമല്ല പോയത്. അപ്പൊ അവിടെ വെച്ച് ചെയ്യേണ്ടത് ചെയ്ത്. എന്തായാലും ഇങ്ങനെ വെറുതെ നോക്കി നിന്ന് ഒരു പറയുന്നത് കേട്ട് കരഞ്ഞു പോരരുത്. കൊടുക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം കൊടുക്കുക, ചവിട്ടി അങ്ങോട്ട് കൂട്ടി. അതാണ് നേഹന്റെ PS-നോടൊക്കെ പറയാനുള്ള ഒരു മെസ്സേജ്. ഒരിക്കലും നമ്മൾ വിട്ടുകൊടുക്കരുത്, ഒരു ദയം കാണിക്കരുത്. കൊടുക്കുന്നതിന്റെ മാക്സിമം കൊടുക്കുക. ഒരു കരി വെച്ചിരിക്കുന്നത്. അതിനുശേഷം പിന്നെ എന്ത് ചെയ്തു? അതിനുശേഷം ഞാൻ പിന്നെ ക്ലാസ്സിലേക്ക് പോയി, ഓരോരോ വഴിക്ക് പോയി. പിന്നെ ഞാനിവിടെ കംപ്ലൈന്റ് ഒക്കെ ചെയ്ത്, നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്ത്, സൈഡ് ലൈനിലൊക്കെ കംപ്ലൈന്റ് ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ എന്ത് പറയും? അതൊക്കെ അന്വേഷിക്കാന്നൊക്കെ പറയുന്നുണ്ട്. ഈ പ്രദേശത്തൊക്കെ സ്ഥിരമായിട്ടുണ്ടാവുന്ന ആൾക്കാർ തന്നെയാണ്, അവരെ കിട്ടി എന്തെങ്കിലും അറിയും? അവിടെ ഒരു വർക്ക്ഷോപ്പുള്ള ഒരാൾ പറഞ്ഞ് ആ ഒരു ടൈം അവിടെ അത്ര സേഫ് അല്ല, അവിടെ എപ്പോഴും ഉണ്ടാവുന്ന ആൾക്കാർ തന്നെ ആവാനാണ് ചാൻസ്. രാവിലെ നേഹന്റെ പ്രായത്തിലൊക്കെയുള്ള കുട്ടികളോട്, ഇപ്പോൾ ടീനേജിലൊക്കെ ഉള്ള കുട്ടികളോട് നേഹയ്ക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണ്? എല്ലാവരും പഠിക്കുക മാർഷൽ ആർട്സ്. സെൽഫ് ഡിഫൻസ് ഒക്കെ എന്തായാലും അറിഞ്ഞു വെക്കുക. ഒരിക്കലും കണ്ണടച്ച് നിൽക്കരുത്. ഓരെന്തേ ചെയ്തോട്ടെ വിചാരിച്ചൊരിക്കലും നിൽക്കാണ്ട് കൊടുക്കുന്ന മാക്സിമം അങ്ങോട്ട് കൊടുക്കുക. നേഹ ഇപ്പൊ വലിയ സ്റ്റാർ ആയിരിക്കാണ് സോഷ്യൽ മീഡിയയിലൊക്കെ, എന്ത് തോന്നുന്നു? ഹാപ്പിനെസ്, അത്രേ ഉള്ളൂ. അഭിമാനം. ഫ്രണ്ട് ഇങ്ങനെ നല്ലൊരു കാര്യം ചെയ്തതിന് അഭിമാനം തോന്നുന്നുണ്ട്. നമ്മളൊരു ഗേള് ഇങ്ങനെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ അങ്ങനെ ഉണ്ടാവും പുറത്തൊരു സ്ഥലത്ത്. പക്ഷെ നമ്മളെ കൂടെ തന്നെ ഒരാളിങ്ങനെ ചെയ്തപ്പോൾ അവൾക്ക് ആ ഒരു ടൈമിൽ കിട്ടിയൊരു സ്ട്രെങ്ത്, അവളിപ്പോ പറഞ്ഞ പോലെ തന്നെ അവളെ ഗൈഡ് ചെയ്ത സാറ്, അവൾക്ക് നല്ല സപ്പോർട്ട്, ഫാമിലി നല്ല സപ്പോർട്ട്. അതുകൊണ്ട് അവള് വരുന്ന ബാക്ക്ഗ്രൗണ്ട് അത്ര ഒരു ഫാമിലി നല്ല സപ്പോർട്ടാണ്. അതാണ് അവൾ അങ്ങനെ ആ ഒരു ടൈമിൽ ആ ഒരു ഇനിഷ്യേറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. അപ്പൊ അവൾക്ക് ഈ അപ്രിസിയേഷൻ പോകുന്ന പോലെ അവളെ ഗൈഡ് ചെയ്ത സാറിനായാലും പാരന്റ്സിനായാലും കിട്ടേണ്ടതാണ്. എല്ലാ കുട്ടികളും ഇത് മാതൃകയാക്കണം, അല്ലെ? ഈ തരത്തിൽ ഇങ്ങനെയുള്ള അറ്റാക്സ് പൊതുവെ പുറമേ നിന്നുണ്ടാവുന്ന സമയങ്ങളിൽ നമുക്ക് വേണ്ട സമയത്ത് കൃത്യമായിട്ട് അവരുടെ റിപ്ലൈ കൊടുത്താൽ, വേറൊരാളെ നമ്മൾ ഒരു ഹെൽപ്പിന് എടുക്കാണ്ട് ഇവളെ പോലെ തന്നെ ഈ ഒരു ടൈമിൽ നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റിയാൽ നമുക്കുള്ള ഒരു വിന്നാണത്.
സ്റ്റാറായി ഭയങ്കര ഇൻസ്പിറേഷൻ ഉണ്ട്. ഇപ്പൊ എല്ലാരും പറയുന്നത് ആദ്യമൊക്കെ നമ്മൾ പുറത്തുനിന്ന് കേൾക്കും, ഇപ്പൊ നമ്മളെടുത്ത് കേൾക്കുമ്പോൾ അമ്മക്കുണ്ട് പഠിക്കണോ, അമ്മക്ക് എന്ത് ചെയ്യണം, നമ്മളാരെങ്കിലും കമന്റ് ഒക്കെ അടിക്കലുണ്ട്. അതേമാതിരി ഇപ്പൊ അമ്മക്ക് എന്താ ഡിഫെൻഡ് ചെയ്ത് പറയണോ, ആ ഒരു ഇൻസ്പിറേഷൻ ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ പാരന്റ്സ് ഒക്കെ ഇപ്പോൾ പഠിക്കണം, അങ്ങനെ ഡിഫെൻഡ് ചെയ്യാൻ പഠിക്കണം, അതിനൊക്കെ വരുന്നുണ്ട്. നമുക്ക് എപ്പോഴൊന്നും ആരും സഹായത്തിനൊന്നും എത്തിക്കൊള്ളണമെന്നില്ല, ഒറ്റയ്ക്ക് തന്നെ നേരിടേണ്ടി വരും അല്ലേ? നമുക്ക് വേണ്ടിയത് നമ്മൾ ചെയ്യാം. അപ്പം നേഹയ്ക്ക് അവസാനമായിട്ട് ഇപ്പം ഒരുപാട് കുട്ടികളുണ്ട് ഇങ്ങനെ ഇതേപോലെ ആക്രമിക്കപ്പെടുന്ന ദിവസവും നമ്മൾ പറയുന്ന ഓരോ സെക്കൻഡിലും പെൺകുട്ടികൾ ആക്രമിക്കപ്പെടുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് തന്നെ നേരിടാൻ പറ്റണം ആദ്യം ഒന്നാമത്തെ ഘട്ടത്തിൽ. അല്ല, ഒറ്റയ്ക്ക് നിൽക്കുന്നതിന്റെ അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല. അപ്പോ ഓരെന്താ ചെയ്താല് എന്തെങ്കിലും ആയിക്കോട്ടെ ചോദിച്ചാൽ അങ്ങോട്ട് നടന്നു പോവല്ല, കൊടുക്കാനുള്ളതിന്റെ മാക്സിമം കൊടുക്കുക, ഒരിക്കലും വിട്ടുകൊടുക്കരുത്, എതിർത്ത് തന്നെ നിൽക്കുക. അതാണ് നേഹ പറയുന്നത്. വലിയൊരു സന്ദേശമാണ് ഈ പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ. നമ്മൾ പറയുന്നത് പോലെ ഓരോ സെക്കൻഡിലും പെൺകുട്ടികൾ ആക്രമിക്കപ്പെടുമ്പോൾ ഈ ആക്രമണങ്ങളെ ചെറുത്തു നിൽക്കുക, അതിന് കൃത്യമായ മറുപടി കൊടുക്കുക, അത് സ്ഥലത്ത് വെച്ച് തന്നെ മറുപടി കൊടുക്കുക എന്നൊരു സന്ദേശമാണ് നേഹയ്ക്ക് നൽകാനുള്ളത്. ഒപ്പം തന്നെ നേഹയ്ക്കൊപ്പം നിന്ന മാതാപിതാക്കളും അവരൊക്കെ തന്നെ ഈ ഒരു ധൈര്യം നേഹയ്ക്കുണ്ടാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ക്യാമറാമാൻ സ്വരൂപ് നിവേദ്യക്കൊപ്പം അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18 കോഴിക്കോട്.